ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരഞ്ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എമ്പുരാൻ എന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. അപ്പോൾ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചില പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഞാൻ ഇതും വായിച്ചിട്ടില്ല. സ്ക്രോൾ ചെയ്ത് നമ്മൾ നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് കാണുന്ന കാര്യങ്ങളല്ലാതെ അതെന്താണെന്ന് വായിക്കാൻ നോക്കിയിട്ടില്ല. ഒരു റിവ്യൂവും കണ്ടിട്ടുമില്ല, ഒരു റിവ്യൂവും വായിച്ചിട്ടുമില്ല. കാരണം ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ഈ സിനിമ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം നമ്മൾക്കൊരു അഭിപ്രായം ഉണ്ടായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ അതിൻ്റെ കുറച്ച് ദിവസമായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഷെയ്ക്കിന ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നടന്ന ചർച്ച, ആ ചർച്ച വളരെ രസകരമായ ചർച്ചയാണ്. കാര്യശ്ശേരി ഭയങ്കര സീരിയസ് കോട്ടൊക്കെയാണ് അത് പറയുന്നതെങ്കിലും അത്യാവശ്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ കോമഡിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ ഒരു ചർച്ച എനിക്ക് ലഭിച്ചത് ഒരു ഗ്രൂപ്പിൽ നിന്നാണ്. ഗ്രൂപ്പിൽ ആദ്യം ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ സിനിമ കാണാൻ പോകുന്ന ക്രിസ്ത്യാനോടൊക്കെ യൂദാസിന്റെ 30 വെള്ളിക്കാശിയിൽ പങ്കാരാകാണ് എന്ന രീതിയിൽ. അപ്പം ഞാൻ റിപ്ലൈ ചെയ്തു, എന്നാൽ പിന്നെ ഈ സിനിമ ഒരു 3 തവണ കണ്ടേക്കാം എന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെയാണ് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ ചില കാര്യങ്ങളൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ കാണിക്കാതിരിക്കാനുള്ള കാരണം കാര്യശ്ശേരി ഇവരൊക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ വിമർശിച്ച് കഴിയുമ്പോൾ സ്ട്രൈക്ക് അടിക്കുന്ന പരിപാടിയല്ല. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ വിമർശിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ലുട്ടാപ്പി മൈൻഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കാറില്ല. പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചില പോയിന്റ്സ് ഒരു 10ഓളം പോയിന്റ്സ് എഴുതി വെച്ചിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഈ സിനിമയുടെ ട്രെയിലറുകൾ, പോസ്റ്ററുകൾ, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതിന് പിന്നിൽ ചില അജണ്ടകളുണ്ട്. അത് ക്രൈസ്തവ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്നതാണ്, ചെകുത്താനെ ഉയർത്തിക്കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ചെകുത്താനിലേക്ക് ആളുകളെ വലിച്ചടിപ്പിക്കുന്ന സംഭവമാണ്. അത് ക്രൈസ്തവർക്ക് ആശങ്കയുണ്ടാക്കുന്നു. അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഒരു സിനിമ കണ്ടാൽ പോകുന്ന വിശ്വാസമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു പോകും എന്നൊക്കെ രീതിയിലാണ് ആ ചർച്ച പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പുള്ളിക്കാരൻ തുടങ്ങുന്നത് തന്നെ കുറേ ബൈബിൾ കോട്ട്സൊക്കെ വെച്ചിട്ടാണ്. പുള്ളി 1 പത്രോസ് 5 എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 1 പത്രോസ് അല്ല, പത്രോസ് എഴുതിയ 1-ാം ലേഖനമാണ്. അങ്ങനെയാണ് പറയേണ്ടത്. അതിൽ 5-ാം അധ്യായം 8-ാം വാക്യം അങ്ങനെ പറയണം: ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇപ്പം എല്ലാ തിയേറ്ററിലും നടക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്തെന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങി നിന്നാൽ പിശാച് ഓടിപ്പോകുന്നാ പറയുന്നത്. തിയേറ്ററിൽ നിന്ന് ഓടിച്ചു വിടാനുള്ള പരിപാടിയാണോന്ന് എനിക്ക് മനസ്സിലായില്ല. അടുത്തത് അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായം 44-ാം വാക്യം കോട്ട് ചെയ്ത് പറയാണ്: നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. പറയുന്നത് യൂതന്മാരോടാണ് ആലോചിക്കണം. അന്നത്തെ യൂതന്മാരോട് പറയുന്നത്. പക്ഷെ ആ കാര്യം പുള്ളി അത് പറഞ്ഞില്ല. അവൻ ആദ്യം മുതൽ കൊലപാതകിയായിരുന്നു. കൊല ചെയ്യുന്ന ആള് കൊലപാതകി എന്ന് എഴുതിയിരുന്നത്, പക്ഷെ കൊലപാതകി എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അവനിൽ സത്യമില്ലായ്മ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതല്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നതിനും അതിന്റെ അപ്പനുമാകാം, കള്ളം പറയുന്നതിനും മണ്ടത്തരം പറയുന്നത് അതിന്റെ തന്തപ്പടിയുമാണെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ കോട്ട് ചെയ്ത സഹോദരൻ, നിങ്ങൾ കോട്ട് ചെയ്യാൻ മറന്ന ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ നോയമ്പ് കാലമാണ്. ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നോയമ്പ് കാലം, വളരെ പ്രധാനപ്പെട്ടതാണ്. 50 നോമ്പെന്ന് പറയുമെങ്കിൽ സത്യത്തിൽ 40 നോമ്പാണത്. 40 എന്ന സംഖ്യയ്ക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ 40 വർഷത്തെ ബാബിലോൺ പ്രവാസം, 40 വർഷം യാത്ര ചെയ്ത് കാനാൻ ദേശത്തിലേക്ക് പോകുന്ന കഥകളൊക്കെ ഈ 40 എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 40 ദിവസത്തെ നോമ്പ് ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത്. 50 നോമ്പെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ 40 ദിവസം യേശു ഉപവസിച്ച കാര്യം എന്ത് സഹോദരൻ പറയാതിരുന്നത്? കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിശ്വാസമുള്ളവന് ഇതൊന്നും കണ്ട് പോകില്ല എന്നുള്ളതായിരുന്നു നിങ്ങൾ പറയേണ്ടി വരും. ഈ സിനിമയൊന്നും കണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് നിങ്ങൾ പറയേണ്ടി വരും. കാരണം 40 ദിവസം നോമ്പെടുത്ത് ഉപവസിച്ച് വരുന്ന യേശുവിന്റെ മുന്നിലേക്ക് പിശാച് ചെല്ലുകയാണ്. നിനക്ക് കഴിവുണ്ടല്ലോ കല്ല് അപ്പമാക്കി മാറ്റി ഭക്ഷിക്കാൻ. അപ്പോൾ യേശു പറയും, അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കൊള്ളാന്ന് തോന്നില്ല. വിശന്ന് വരുമ്പോൾ എന്നാ പിന്നെ എൻ്റെ കഴിവുകൊണ്ട് കല്ലപ്പമാക്കി തിന്നേക്കാന്ന് വിചാരിക്കും. പക്ഷേ യേശു പറഞ്ഞത് നീ അധ്വാനിച്ച് നിന്റെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണം. അങ്ങനെ പറഞ്ഞാൽ ചിലർക്കൊക്കെ ചൊറിയും. കാരണം മറ്റു ചിലരുടെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്ന കുറേ ജീവികളുണ്ടല്ലോ, അവർക്കൊക്കെ ചൊറിയും. അപ്പം അതൊന്നും പറഞ്ഞില്ല പുള്ളിക്കാരൻ. പിന്നീട് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുന്നു, ഇത് നിനക്ക് തരാമെന്ന് പറയുന്നു, എന്നെ ആരാധിക്കാൻ പറയുന്നു. അപ്പോൾ യേശു പറയുന്നു, ഞാൻ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഏകദൈവമായ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്ന കാര്യം പറയുന്നു. പിന്നീട് പറയുന്നു, നീ താഴേക്ക് ചാടുക, മാലാഖമാർ വന്ന് എന്നെ പിടിച്ചോളും. അപ്പോൾ യേശു പറയുന്നു, സാത്താനെ നീ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞു വിടുന്നു. ഇത്രയും ഉണ്ടായിരുന്നത് കാര്യം. പക്ഷെ ഇതൊന്നും പറയില്ല. പക്ഷെ ഇത് പറഞ്ഞാൽ പിന്നെ ഈ കോണ്ടസ്റ്റ് ഇല്ലല്ലോ.
ഈ കോണ്ടസ്റ്റേ ഇല്ലല്ലോ, അവിടെ വെച്ച് നിർത്തണ്ടേ. അതുകൊണ്ട് ബാക്കിയുള്ള കുറേതൊക്കെ കോട്ട് ചെയ്ത് എന്നാ ഇടപാടാ മച്ചാനെ ഇത്. അടുത്തത്, ദേവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ മറ്റാരോട് ആശ്രയിക്കുക എന്നുള്ള ഡയലോഗ്. അപ്പൊ ഇയാൾ പറയുന്ന ഈ സിനിമയിലെ കുറെ ഡയലോഗുകളൊക്കെ ആന്റി ക്രൈസ്റ്റ് ആണ്, സൈറ്റാനിക് ആണ്. ഈ സിനിമയിൽ കുറെ യേശുവിന്റെ പ്രതിബിംബങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു, ക്രിസ്ത്യാനിലെ പ്രതിബിംബങ്ങൾ ഉപയോഗിച്ചിരുന്നതൊക്കെ വെച്ചിട്ട് സൈറ്റനിസത്തെ അല്ലെങ്കിൽ സൈറ്റനിക് വർഷിപ്പിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ഡയലോഗ്, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ മറ്റാരാണ് ആശ്രയിക്കുക. അപ്പൊ ദൈവപുത്രനെ യേശുവാണെന്നാണ് പറയുന്നത്. ആ ദൈവപുത്രൻ എന്ന പാട്ടിലേക്ക് പിന്നീട് വരാം. പക്ഷെ സിനിമയുടെ കോണ്ടസ്റ്റിൽ എന്താ, ഈ സിനിമ കഥ പറയുന്ന ഒരു സംഭവമുണ്ട്. ലൂസിഫർ ആരംഭിക്കുമ്പോൾ ദൈവത്തിന് ചുറ്റുള്ള മാലാഖമാർ, ആ ദൈവം മരിക്കുന്നു. ദൈവപുത്രൻ പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത്. ഈ ആരാണ് ആ കഥാപാത്രം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ആ സിനിമയും കാണാത്തതുകൊണ്ട് എനിക്ക് പറയാനില്ല. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന ഏരിയയും ഈ സിനിമയിൽ ടൊവിനോ വില്ലനാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പൊ ദൈവപുത്രൻ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ടൊവിനോ ആയിരിക്കണം. അയാളെ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താനായിട്ട് ഒരാൾ വരുന്നത്, അത് ലൂസിഫർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും വലിയ ഡയലോഗിന്റെ കോണ്ടസ്റ്റ്. ഇനിയിപ്പോ ദൈവപുത്രന്മാർ തെറ്റ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി, അല്ലെ? യേശുവാണ് അത് പറഞ്ഞത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിൽ മാത്രമാണ്, ദൈവത്തെ പിതാവായിട്ടാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ദൈവത്തിന്റെ മക്കളാണ്, ദൈവപുത്രന്മാരാണ്, ദൈവപുത്രിമാരാണ്. ലിംഗഭേദമെന്ന് എല്ലാ ലിംഗത്തിൽപ്പെട്ടവരും ദൈവത്തിന്റെ മക്കളാണ്. ഈ ദൈവപുത്രന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന് പറയുന്നവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അപ്പൊ അവരൊക്കെ തെറ്റ് ചെയ്യുന്നതല്ലേ സത്യത്തിൽ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്? അല്ലാതെ ചെകുത്താമെന്ന് പറഞ്ഞിട്ട് വേണോ ആൾക്ക് മാറ്റാൻ? അപ്പോൾ ആ ദൈവപുത്രന്മാരെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുക, എന്നിട്ട് സിനിമയിലെ ഡയലോഗ് തിരുത്താൻ നോക്കുക. അടുത്തൊരു സംഭവം, ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അത് യൂറോപ്പിലെ ഒരു സംഭവമായിട്ടൊക്കെ അവതരിപ്പിക്കുകയാണ്. സോക്രട്ടീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഫ്രീ തിങ്കിങ്, പേഗണിസം, ലെഫ്റ്റിസം, ഈ ലെഫ്റ്റിസം അടക്കം തിരികെ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഒക്കെ തിരിഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഷെയ്ഖിന ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സ്ട്രീം ഗ്രൂപ്പ് ഉണ്ടല്ലോ, കാസർഗോഡ് എക്സ്ട്രീം ഗ്രൂപ്പുകൾ, അവരുടെ ഒരു മാധ്യമ മുഖമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഷെയ്ഖിന ന്യൂസിനെ. അല്ലാന്നുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ആൾക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ലെഫ്റ്റിസത്തോടെ എതിർപ്പുണ്ട്, പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വാക്കുകൾ ഉപയോഗിക്കും. കാരണം അവർ സംസാരിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് സംസാരിക്കുന്നവരാണ്. ഇതൊക്കെ എടുത്തിട്ട് അങ്ങാട് പെരുമാറുകയാണ്. എന്നിട്ട് ലെസ്ബിയനിസം, ഫാമിലികളെ, അതായത് ഫാമിലിക്ക് അപ്പുറത്തുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. ഞാൻ ഫാമിലിയിലെ ചില കാഴ്ചപ്പാടുകൾ ബൈബിളിൽ നിന്ന് പറയാം. താമാറിനെ അറിയാവോ? താമാറിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു, മക്കളില്ല. അപ്പം മക്കളുണ്ടായാലേ നമുക്ക് അടുത്ത അവകാശം കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരനായ ജൂലയാണെന്ന് എൻ്റെ ഓർമ്മ. ഏറാണ് മൂത്താളുടെ പേരെന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ പേര് ജൂത. ജൂതയെ വിവാഹം കഴിക്കാനായിട്ട് പറയുന്നു അമ്മായിയപ്പൻ. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറയുന്നു. പക്ഷെ ജൂത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ശുക്ലം വരാൻ സമയമായപ്പോൾ ഊരിയെടുത്തിട്ട് പുറത്ത് കളഞ്ഞു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ടോക്സിക് ആണല്ലോ, അയാളെ തട്ടിക്കളഞ്ഞു. പിന്നെ ഒരു ഇളയ ചെക്കനുണ്ട്, ആ ചെക്കൻ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ പ്രായപൂർത്തിയാകുമ്പോൾ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, 2 മക്കൾ പോയതുകൊണ്ട് ഈ അമ്മായപ്പൻ ഇനിയൊക്കെ ഒരാളെ കെട്ടിച്ചു കൊടുക്കണമെന്നുള്ളൊരു സംഭവമുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം അനാഥയാകുകയും ചെയ്യും. താമാറിനെ ഇട്ടുള്ളവന് ഇനി കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഒരിക്കല് തിന്ന എന്ന സ്ഥലത്തേക്കാണ് തോന്നുന്നു, അങ്ങോട്ട് വ്യാപാരത്തിന് വേണ്ടി അമ്മായപ്പൻ പോയി. ആ സമയത്ത് പോകുന്ന വഴിയിൽ ഒരു വേശ്യയെ പോലെ ഈ പെണ്ണ് ചെന്നിരുന്നു. അങ്ങനെ ഈ അമ്മായപ്പൻ മരുമകളുമായിട്ട് ബന്ധത്തിലേർപ്പെട്ട് 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാ. എങ്ങനെയുണ്ട് കാഴ്ചപ്പാട്? വേറൊരു കഥയുണ്ട്, ലോത്ത് എന്ന് പറയുന്നവരുടെ 2 പെൺമക്കൾ. അപ്പനാണെന്ന് ആലോചിക്കണം. അപ്പന് മദ്യം കൊടുത്ത് മയക്കിയ ശേഷം കുട്ടികളുണ്ടാവുന്നതിന് വേണ്ടി 2 പെൺമക്കൾ അപ്പനുമായിട്ട് ശയിച്ചു. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഇപ്പുറത്തേക്ക് വന്നിരുന്നിട്ട് ഞങ്ങൾ മറ്റേ പേഗണിസം ഒക്കെ എല്ലാ കാലത്തും ഉണ്ടെന്നേ, ഈയിടക്കൊന്നുമല്ല, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പേഗണിസം ഇവിടെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ശക്തികളെ ആരാധിക്കുക. ഇപ്പോൾ ഗ്രീക്ക് ദേവന്മാര്, റോമൻ ദേവന്മാര്, അവരെയൊക്കെ ആരാധിക്കുന്നവരെയാണ് ഈ പേഗണിസം എന്ന് പറഞ്ഞത്. ഇപ്പോൾ യേശുവിന്റെ കാലത്ത് ജെന്റൈൽസ് എന്ന് പറയുമായിരുന്നു, വിജാതീയർ എന്ന് പറയുമായിരുന്നു. പിന്നീട് അവർക്ക് പേഗണിസം എന്ന പേര് വന്നു. അവരുടെ പിന്നാലെ കൂടിയിരിക്കുന്ന ആൾക്കാരാ ഈ പേഗണിസ്റ്റുകളെയൊക്കെ അടിച്ചമർത്തിയിട്ടല്ലേ ക്രൈസ്തവം വളർന്നു വന്നത്. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ക്രിസ്തുമതത്തെ ഒതുക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മതങ്ങളൊക്കെ ഒതുക്കിയിട്ടാണ് ക്രിസ്തുമതം വളർന്നത്. ആഫ്രിക്കയിലെ എത്ര ഗോത്ര ദൈവവിശ്വാസങ്ങളെ മാറ്റിയിട്ടാണ് ക്രൈസ്തവ വിശ്വാസം അവിടെ വളർത്തിയെടുത്തത്. അപ്പൊ ഒന്ന് വളരുമ്പോൾ മറ്റേ തളരും. അപ്പൊ തിരിച്ച് ഇത് വരുമ്പോഴേക്കും അയ്യോ ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നതെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ആ കൂട്ടത്തിൽ കേട്ടൊരു സംഭവമാണ്. അപ്പൊ ക്രിസ്ത്യാനികളെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കാലത്തും ഇതുണ്ട്. യൂറോപ്പിലുണ്ട്, ചൈനയിൽ നിന്ന്, യൂറോപ്പിൽ നിന്നൊക്കെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്, സിനിമകളെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവില്ലാത്ത ആഘോഷമാണ് യൂറോപ്പിൽ നടക്കുന്നതെന്ന്. സത്യത്തിൽ ക്രിസ്തു ജനിച്ച ദിവസമാണോ ക്രിസ്തുമസ്? ഡിസംബർ 24 പാതിരാത്രി അല്ലെങ്കിൽ ഡിസംബർ 25. റോമൻ ദൈവമായ സൂര്യന്റെ ജന്മദിനം അത് ക്രിസ്തുവിന്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ ക്രിസ്തു ജനിച്ച ദിവസമൊന്നുമല്ല ക്രിസ്തുമസ് അല്ലെങ്കിൽ ക്രിസ്മസ്. അത് ഈ കൂട്ടത്തിൽ പറഞ്ഞതാ. എന്നിട്ട് കുറെ സിനിമകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമകളൊക്കെ തകർക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് ചിന്തിച്ചു. ഇവർ അസഹിഷ്ണുതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അസഹിഷ്ണുത ഉണ്ടായ സംഭവം ഞാൻ ചിലത് പറഞ്ഞുതരാം. ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊരു നോവൽ, കസാൻസാക്കീസിന്റെ നോവൽ. അന്ന് നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടായിട്ടില്ലേ? ഡാവിഞ്ചി കോഡ് എന്ന സിനിമ വന്നപ്പോൾ
ആ നോവലിനെതിരെയും സിനിമയ്ക്കെതിരെയും അസഹിഷ്ണുത ഉണ്ടായിട്ടില്ലേ? കുഞ്ചാക്കോന്റെ ഒരു സിനിമയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് പിയത്ത എന്ന ഒരു മൈക്കലാഞ്ചലോ ചെയ്തൊരു ശില്പമാണ്. യേശു മരിച്ചതിന് ശേഷം മാതാവിന്റെ മടിയിൽ കിടക്കുന്ന ഒരു സംഭവം. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആരും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. സംഭവത്തിന് ഇമാജിനേഷൻ വെച്ചിട്ട് മോഡൽസിനെ ഇരുത്തി മൈക്കലാഞ്ചലോ ചെയ്ത ഒരു ശില്പമാണ് പിയത്ത. അല്ലാതെ അത് അങ്ങനെ ഒരു സംഭവത്തിന്റെ ഫോട്ടോ എടുത്തു വെച്ചൊന്നുമല്ല. അതുമാത്രമല്ല, അന്ത്യത്താഴമായാലും നിങ്ങൾ കാണുന്ന ഏത് രൂപമായാലും ഏതൊരു മോഡലിനെ വെച്ച് വരച്ചിട്ടുള്ള ഒരു ചിത്രം മാത്രമാണ് അത്. എന്നിട്ട് ആ സംഭവം, ആ പോസ്റ്റർ കൊണ്ട് ആ ക്രിസ്ത്യാനികൾക്കെതിരെ വരുന്നതെന്ന് പറഞ്ഞിറങ്ങി. ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ അതിനു പുറകെ ഇറങ്ങി തിരിച്ചു ക്രിസ്ത്യാനിയെ തകർക്കാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു പാട്ടിറങ്ങിയല്ലോ, ബൊഗൈൻവില്ല എന്ന സിനിമയിലെ പാട്ട്. ആ പാട്ട് ഇറങ്ങി എപ്പോഴും ഇറങ്ങി. ഇതെല്ലാ കാലത്തുണ്ട്. ഇപ്പോൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ യഹൂദ വിഭാഗങ്ങൾ, അത് ഗാർഡിയനിലെ ഇതിൽ വന്നൊരു വാർത്തയുണ്ട്, യൂതന്മാരെ ആന്റി സെമിറ്റിക്കുകളും അവരെ രക്തദാഹികളും അതേപോലെ അത്യാഗ്രഹികളുമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പടമാണെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങി തിരിച്ചു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരുന്നു. കാരണം യേശുവിന്റെ അവസാന 12 മണിക്കൂർ കാണിച്ച ഒരു സിനിമ എന്ന രീതിയിൽ. അപ്പോൾ ഒരു സംഭവം ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടോ കൊള്ളു ഉടൻ തന്നെ അയ്യോ ഞങ്ങളൊക്കെ അങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നേ എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നേ, ഞങ്ങളുടെ ആശങ്കപ്പെടുന്നേ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും കൊണ്ട് ഒരു സംഭവമില്ല. ഒരിക്കൽ 4-ാമത്തെ അണി എന്ന് പറയുന്ന നോവൽ, ആനന്ദിന്റെ നോവൽ, അതിന്റെ വായനയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വായനയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടി. ആ ചർച്ച ഒരിക്കൽ POCയിൽ വെച്ചാണ് നടന്നത്. എൻ്റെ ഓർമ്മ കുറെ പേര് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അത് അവതരിപ്പിച്ചത് ആൽബർട്ട്സലിന്റെ അധ്യാപകനായിരുന്ന സെബാസ്റ്റ്യൻ സാറാണ്. അദ്ദേഹം അത് അവതരിപ്പിച്ചു, ചർച്ച നടക്കണം. അപ്പോൾ ഒരു സിസ്റ്റർ അവർ ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ആക്രോശിക്കുകയാണ്. ആക്രോശിക്കാന്ന് പറഞ്ഞാൽ ചെറിയ ആക്രോശമൊന്നും അല്ല, അവർ പല്ല് കടിച്ചിറുമാൻ ശ്രമിക്കുന്നു ദേഷ്യം കൊണ്ട്. എന്നിട്ട് പറയാ, ഇത് യേശുവിന്റെ മേൽ തറച്ച 4444 ആണിയാണ്. 7 തവണയല്ല 70 തവണ ക്ഷമിക്കണമെന്ന ഒരു സംഭവം ബൈബിളിലുണ്ട്. ഇതൊന്നും ഒരിക്കലും വിശ്വാസത്തെ ബാധിച്ചൊരു കാര്യമല്ല. പിന്നീട് കൂടി ലെഫ്റ്റിസത്തേക്ക് തോണ്ടിവിടുന്നുണ്ട്. ലെഫ്റ്റിസത്തെ തോണ്ടിവിടാൻ വേണ്ടി 70,000 പേരോളം ആളുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മയക്കുമരുന്ന് കൊണ്ട് മരണപ്പെടുന്നു എന്ന് പറയുന്നു. ഇത് എനിക്ക് തോന്നുന്നു ട്രംപിന്റെ പ്രസംഗത്തിൽ നിന്ന് കോട്ട് ചെയ്തൊരു സംഭവം എനിക്ക് തോന്നണേ. അതിന് ചൈനയിൽ നിന്ന് കുടിയേറ്റം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബോർഡറിൽ നിന്നും വരുന്ന മയക്കുമരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഈ മയക്കുമരുന്ന് കഴിച്ച 75,000-ഓളം വരുന്ന അമേരിക്കൻസ് മരിച്ചു എന്ന് അതിൽ പറയുന്നു. വേറെ ഡേറ്റ അതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെല്ലാം കൂട്ടിക്കുവച്ചിട്ട് ചുമ്മാ ആ അഭിപ്രായം പറഞ്ഞു പോകുമ്പോൾ ലെഫ്റ്റിസത്തെ എതിർത്തികൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളി ഈ കാര്യം എടുത്ത് 75,000-ഓളം പേര് മരണപ്പെടുന്നത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മയക്കുമരുന്നുണ്ട്. എനിക്ക് ചൈനയോട് വലിയ മമതയൊന്നുമില്ല, പക്ഷേ ഈ വളച്ചൊടിക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അടുത്ത പോയിന്റ്, ബ്ലാക്ക് മാസ്, സൈറ്റനിക് വേർഷിപ്പ്, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഈ സിനിമയെ അടുപ്പിക്കുന്നു. അതിലേക്ക് പോകുന്നവർ ക്രിമിനൽസായി തീരുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം, ഈ മഠങ്ങളിലെ കന്യാസികൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരാകെ വർഷിപ്പ് ചെയ്യുന്നത് കുർബാനയായിരിക്കും. ക്രിസ്തീയ വിശ്വാസങ്ങളുടെ സെൻറ്റർ എന്ന് പറയുന്ന കുർബാനയാണല്ലോ. പക്ഷെ അവരെന്താ ആത്മഹത്യ ചെയ്യുന്നത്? അവർ ഏത് സൈറ്റാനെ വർഷിപ്പ് ചെയ്തിട്ടായിരിക്കും? എത്രയോ ക്രൈം ചെയ്യുന്ന പുരോഹിതന്മാർ ഇവർ ഏത് സിനിമ കണ്ട് ഇൻസ്പയർ ആയതാണ്? അല്ലെങ്കിൽ ഏത് സൈറ്റാനിക് വർഷിപ്പിന്റെ പുറകിൽ പോയതാണ് ഇവരൊക്കെ? അടുത്തൊരു കാര്യം, ഡയലോഗുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. തങ്ങൾ ആരാധിക്കുന്ന സിനിമാടന്മാർ പറയുന്ന ഡയലോഗുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കൂടെ പറയുന്ന കാര്യമാണ് മയക്കുമരുന്നിലേക്ക് പോകുന്നൊരു തലമുറയൊക്കെ ഈ സിനിമകളിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. ഈ സിനിമ ലൂസിഫർ എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ആ സിനിമ തന്നെ പൊളിറ്റിക്സിൽ നാർക്കോട്ടിക്സ് ഗ്യാങ് ഇൻവോൾവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്, അതിനെതിരെയുള്ളൊരു കാര്യമായിട്ടാണ് വരുന്നത്. ഈ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നുള്ള സംഭവം 20-ാം നൂറ്റാണ്ടെന്ന സിനിമയിൽ നിന്നുള്ള സംഭവമാണ്. അതിൽ നിന്ന് അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. ഈ ഡയലോഗ് കേട്ടിട്ട് കേരളത്തിലെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകമെമ്പാടുമുള്ള മയക്കുമരുന്ന് ഇല്ലാതായി തീർന്നു. ഡേർട്ടി ബിസിനസ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും ഇട്ടിട്ട് പോയോ? അതിന് തൊട്ടടുത്ത് പറയുന്ന കാര്യം പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. മലയാള സിനിമകളിലെ ട്രെൻഡ് വയലൻസ് ആണ്. ഇപ്പോൾ തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമകളൊക്കെ വയലൻസ് ആണ്. നല്ല നല്ല ചിത്രങ്ങൾ OTT-യിൽ മാത്രമേ വിജയിക്കുന്നുള്ളൂ. ഈ മഞ്ഞക്കണ്ണട വെച്ച് നോക്കിയാൽ പിന്നെ എല്ലാം മഞ്ഞയായിട്ട് കാണുള്ളൂ. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ സൗഹൃദത്തിൻ്റെ കഥയെ പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ആ സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയത്. കാണികളെ ചുമ്മാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ സാറേ. നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അത് യേശു പഠിപ്പിച്ച ഒരു കാര്യമായതുകൊണ്ടുകൂടി ഞാൻ പറയാം. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതാണ്. ആ സ്നേഹത്തെ കാണിച്ചൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കൂട്ടുകാര്, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ. അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സിനിമ എടുത്തവരെ കുറിച്ച് പറയേണ്ടി വരും. അത് നിങ്ങളെ ശത്രുക്കളുടെ പട്ടികയിൽ കിടക്കുന്ന ആളുകളാണല്ലോ, അത് പറയാൻ പറ്റില്ല. ഈ വയലൻസ് ശരിയാണ്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് സിനിമയിലെ വയലൻസ് സ്വാധീനിക്കുന്നത്. പക്ഷേ സിനിമയിലെ വയലൻസ് മാത്രമല്ല ആളുകളെ സ്വാധീനിക്കുന്നത്, പോളിറ്റിക്സിലെ, മതങ്ങളിലെ വയലൻസ് ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ച കുറെ കുഞ്ഞുങ്ങളുണ്ട്.
ഹോളി ഇൻഫൻസ് എന്ന് പറഞ്ഞ് സഭ അവരെ വിശുദ്ധരാക്കിയിട്ടുണ്ട്. ഹെറോദസിൻ്റെ ഒക്കെ അടുത്തേക്ക് വരുന്ന ജ്ഞാനികൾ പറയുന്നൊരു കാര്യം, ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തൻ്റെ രാജ്യം, തൻ്റെ ഭരണം, തന്നെ ജീവൻ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഹെറോദസ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളയാൻ പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾ മരിച്ചതുകൊണ്ടാണ് യേശു ജീവനോടെ ഇരുന്നത്. ഇത് ഞാൻ പറഞ്ഞ കഥയല്ല കേട്ടോ, ബൈബിളിലുള്ള കഥയാണ്. ആരാണ് അപ്പോൾ ശരിക്കും ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മരിച്ചത്? ആ വയലൻസ് മാത്രമോ? വേറെ എന്തൊക്കെ കിടക്കുന്നുണ്ട്? പഴയ നിയമം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വിശ്വസിക്കാത്തവരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന ദൈവം, ഈജിപ്തിലെ ആദ്യജാതന്മാരെ കൊന്നുകളഞ്ഞ ദൈവം, കുടിവെള്ളത്തിൽ ചോര കലക്കിയ ദൈവം, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷി അതിനെ നശിപ്പിക്കാൻ വെട്ടുക്കിളി അയച്ച ദൈവം. ഈ വയലൻസൊക്കെ കുട്ടികൾ വായിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? അപ്പോൾ എല്ലാ വയലൻസും വയലൻസ് തന്നെയാണ്. സിനിമയിലെ വയലൻസിന് മാത്രം കൊമ്പില്ല. എല്ലാ വയലൻസും ആളുകൾ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ രക്ഷയായിട്ട് അവസാനം പറയുന്നത്, സിനിമ കാണുന്നവരൊക്കെ യേശുവിനെതിരായിട്ട് പോകുന്നവരാണ്, ഈ സിനിമ കാണാൻ പോകുന്നവരെന്ന രീതിയിലേക്കാണ് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ ഇവർ അടിച്ചു വിടുന്നുണ്ടേ. നമുക്ക് കണ്ടറിയണം ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് അസഹിഷ്ണുതയാണ് പല സിനിമകൾക്കെതിരെ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ്, ആ സിനിമകൾക്കെതിരെയൊക്കെ വലിയ അസഹിഷ്ണുതയായിരുന്നു. ഇനി എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നത്? സിനിമ കൊണ്ടൊക്കെ തന്നെയാണോ? അതുകൂടി ഒന്ന് പരിശോധിച്ചിട്ട് നിർത്താം. ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന ഈ സിനിമയൊന്നും കണ്ടിട്ടല്ല. അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ്. പരസ്പര സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ യേശു, നിങ്ങളുടെ സ്നേഹം കണ്ടു വേണം നാളെ നിങ്ങൾ എൻ്റെ അനുയായികളാകണം, നാളെ നിങ്ങൾ എൻ്റെ അനുയായികളാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ. ഇത് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ പറഞ്ഞ സംഭവമാണ്. അങ്ങനെ പറഞ്ഞ ആളുകൾ പള്ളിക്കും വേണ്ടി പരസ്പരം അടിക്കുകയാണ്. കൈക്കാരനും കപ്പേരാകാൻ, ഓരോരോ സംഘടനകളുടെ നേതാവാകാൻ, കുശുമ്പും കുന്നായ്മയും കുതികാല് വെട്ടും, കേവല രാഷ്ട്രീയത്തിനു വേണ്ടി പറയുന്ന സഭാപിതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെയാണ് ആളുകളുടെ വിശ്വാസമില്ലാതാക്കുന്നത്. എൻ്റെ വിശ്വാസം പോയ 2 കാര്യത്തിലാണ്. ഈ സംഭവങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ 2001, 2002 കാലഘട്ടത്തിലാണ് 4ാമത്താണ് വായിക്കുന്നത്. അന്നേരം ഞാൻ സെമിനാരിയിലായിരുന്നു. എനിക്ക് യാതൊരു വിശ്വാസക്കുറവുണ്ടായിട്ടില്ല. ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് വായിക്കുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഡാവിഞ്ചി കോഡ് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി എപ്പോഴാണെന്നറിയാമോ? 2018 വെള്ളപ്പൊക്കത്തിൽ മനുഷ്യരോടൊപ്പം ദൈവങ്ങളും മുങ്ങിപ്പോയി വെള്ളത്തിൽ. ഒരു ദൈവത്തെ രക്ഷിക്കാൻ മറ്റൊരു ദൈവം വന്നില്ല, മനുഷ്യൻ തന്നെ വരേണ്ടി വന്നു. മനുഷ്യനെ രക്ഷിക്കാനും ദൈവങ്ങളെ രക്ഷിക്കാനും. പിന്നീട് വന്ന കൊറോണ, ഒരു വൈറസിനെ പേടിച്ച് മനുഷ്യരും ദൈവങ്ങളും ദൈവങ്ങളും അടച്ചകത്തിരുന്നു. ഒരു ചെറിയ വൈറസിനെ പേടിച്ചിട്ട് ദൈവത്തിനൊരു വിരലൂര് അണക്കാൻ പറ്റില്ല, മനുഷ്യൻ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കത്തിലുണ്ടായപ്പോൾ ആ മണ്ണിനടിയിൽപ്പെട്ട അടിയിൽ പോയ ആളുകളെ അത്ഭുത പ്രവർത്തിയിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതായിരുന്നു. മനുഷ്യന് ചെയ്യാൻ പറ്റിയ അത്ഭുതം മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാ കാലത്തും ഇതുപോലെ അസഹിഷ്ണുതയുണ്ട്. ഇതൊന്നും കൊണ്ട് സിനിമ ഇല്ലാതാകുകയോ സിനിമയുള്ളത് കൊണ്ട് ഇനി ഏതെങ്കിലുമൊക്കെ വിശ്വാസം ഇറങ്ങിപ്പോവുകയില്ല. ഇതൊക്കെ ചുമ്മാ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ട് ആ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയെന്നാണ്. അല്ലാതെ നിങ്ങൾ ഈ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി വന്നാൽ ഒരു സെക്കൻഡ് തൊട്ട് എടുക്കാത്ത ആളുകൾ അങ്ങനെ തന്നെ വിശ്വസിച്ചെന്ന് വരും. കാരണം അങ്ങനെയാണല്ലോ വിശ്വാസം പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. കണ്ടില്ല, ചോദിക്കരുത് എവിടെയെന്ന്, അങ്ങോട്ട് വിശ്വസിച്ചോളണം. അങ്ങനെയുള്ളവരെയൊക്കെ വിശ്വസിപ്പിക്കാം. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.